എറണാകുളത്ത് ശുചീകരണ തൊഴിലാളിയെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുകളഞ്ഞ യുവാവ്. ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്വദേശിനി നിഷയെയാണ് കഴിഞ്ഞ 7-ാം തീയതി പുലർച്ചെ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. കലൂർ പുതിയ റോഡിൽ വെച്ചുണ്ടായ അപകടത്തിൽ നിഷയ്ക്ക് കാലിനും നട്ടെല്ലിനും പരിക്കേറ്റു. വാഹനം പിടികൂടാതെ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയെന്നും നിഷയുടെ കുടുംബം ആരോപിക്കുന്നു. ഈ മാസം 7-ാം തീയതിയാണ് കലൂർ എളമക്കരയിൽ വെച്ച് ശുചീകരണ തൊഴിലാളിയായ നിഷയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുന്നത്. നിഷയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഈ കാർ ഓടിച്ചിരുന്നയാൾ പിന്നീട് ഇവിടെ നിർത്താതെ കാർ എടുത്ത് പോവുകയായിരുന്നു. നിഷയ്ക്ക് കാലിനും അതുപോലെ തന്നെ നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ച ഉണ്ടായെന്നും നിഷയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. അന്ന് ഞാൻ വെളുപ്പിന് 3:20 വേസ്റ്റ് എടുക്കുന്ന ഉന്തുവണ്ടിയായിട്ട് പോയിരുന്നേ. അപ്പോൾ പെട്ടെന്നൊരു ലൈറ്റിൻ്റെ വെട്ടം കണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അടുത്തെത്തി വണ്ടി. ഞാൻ വണ്ടി ഇട്ടിട്ട് ഓടി, എന്നാലും ബാക്കിൽ വന്ന് ഇടിച്ച് ഞാൻ തെറിച്ച് വീണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഓടി വന്ന് അപ്പോഴത്തേന് ഈ കാറിലെ ആൾ ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ അന്ന് പറഞ്ഞിട്ട് പിന്നെ വണ്ടി കാറിൽ കയറിയിട്ട് ഞാനോർത്ത് എൻ്റെ അടുത്തേക്ക് തന്നെയാണ് കയറ്റാൻ. പക്ഷെ ആൾ വിട്ടുകളയുകയാണ് ചെയ്തത്. അതായത് ഇറങ്ങി വന്ന് ആശുപത്രി പോകുന്ന പറഞ്ഞ ശേഷം പിന്നെ ആ വണ്ടി എടുത്തയാൾ കടന്നുകളഞ്ഞു. പിന്നെയാണ് വണ്ടി എടുത്തിട്ട് കടന്നുകളഞ്ഞത്. എന്നിട്ട് നിങ്ങൾ പരാതി നൽകി, എന്താണ് ആ സമയത്ത് ചെയ്തത്? എന്നിട്ട് വേസ്റ്റ് എടുക്കണ എൻ്റെ ഒരു പെട്ടി ഓട്ടോ എടുത്തിട്ട് അതിൽ കയറ്റി എൻ്റെ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഈ ഇടിച്ച സമയത്ത് ചേച്ചിക്ക് ആ സമയത്ത് എഴുന്നേക്കാൻ പറ്റുമായിരുന്നു? എന്തായിരുന്നു അവസ്ഥ? എനിക്ക് അപ്പോഴൊന്നും വേദന അല്ല, എനിക്ക് പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എഴുന്നേപ്പിച്ച് നിൽക്കാൻ പറ്റണില്ലായിരുന്നു, കാലൊടിഞ്ഞത്. അപ്പം അറിയില്ല, ഒടിഞ്ഞേക്കണ കാര്യമൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം എന്തൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്? ഇപ്പം ഒടിവുണ്ട്, പിന്നെ എനിക്ക് വേദനയുണ്ട് നട്ടിന്. അവിടെ ബാക്കിലിട്ട് ഇടിച്ചത്. പക്ഷേ എക്സ്റേയിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞേ. അപ്പോൾ ഡോക്ടർ MRI സ്കാനൊന്നും ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. നിഷയുടെ ഭർത്താവ് മാരിയപ്പൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടില്ല എന്നൊരു ആരോപണം ഉണ്ടല്ലോ. പോലീസുകാർക്ക് കൃത്യമായിട്ട് മൊഴികളും തെളിവുകളും ഞാൻ എല്ലാം കൊടുത്തിട്ട് കൃത്യമായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കുകയോ പിടിക്കുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ പ്രതിനെ പോലീസുകാർ വിളിച്ചു വരുത്തിച്ചിട്ടും കംപ്ലൈൻറ്റ് കൊടുത്തത് എന്നെ ഒന്നും അറിയിച്ചിട്ടുമില്ല. പ്രതിനെ ഇങ്ങനെ സ്റ്റേഷനിൽ വരുത്തിച്ചാൽ കാരണം ഇതൊന്നുമേ ചെയ്തില്ല. ഈ വീഡിയോ തന്നെ ഞാൻ തന്നെയാണ് കണ്ടെത്തിയിട്ടാണ് ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഞാൻ ഇവർ ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കണമല്ലോ. ഇത് ഹോസ്പിറ്റലൊന്നും ഒരു കാരണം കൊണ്ട് 3 ദിവസമായിട്ട് എൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇവരാരും തിരിഞ്ഞുകൂടി നോക്കിയില്ല പോലീസുകാർ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ എളമക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇത് അന്വേഷിച്ചു. സാറേ ഞാനിങ്ങനെ കേസ് കൊടുത്തിട്ട് ആരും ഹോസ്പിറ്റലിൽ ഒന്ന് വരുവോ പിടിക്കുക ഇതൊന്നും ചെയ്തിട്ടില്ല സാറേ എന്ന് ചോദിച്ചപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ SI പറഞ്ഞ് കുഴപ്പമില്ല, അവരിപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, കേസുകൾ എടുത്തിട്ടുണ്ടെന്ന് പറയും. പക്ഷേ ഞാനപ്പോൾ ചോദിച്ചു സാറേ എന്നാലും ഹോസ്പിറ്റലിൽ വന്നിട്ട് എൻ്റെ വൈഫിൻ്റെ മൊഴി എടുക്കണ്ടേ? ഇത് ഞാനായിട്ട് കൊടുത്ത പരാതികളാണല്ലോ, ഇത് ഹോസ്പിറ്റലിൽ ഒന്ന് മൊഴി എടുക്കണ്ടേ സാറേ എന്ന് വെച്ച്. അത് കുഴപ്പമില്ല മാരിയപ്പോൾ കേസ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു കാര്യം മാരിയപ്പം ഫോൺ നമ്പർ തന്നിട്ട് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം സാറേ, വൈഫ് ഇതുപോലെ ഓട്ടോറിക്ഷക്കാതെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് CCTV ദൃശ്യം നിങ്ങൾ തന്നെയാണ് പോലീസിന് കൊടുത്തത്? ഞാൻ തന്നെ കണ്ടെത്തി. ഞാൻ തന്നെ CC ക്യാമറ വീട്ടിൽ ചെന്നിട്ട് ആ മേഡത്തിനെ കണ്ട് എനിക്ക് അത്യാവശ്യം വേണം, എൻ്റെ ഭാര്യ നിങ്ങൾ വണ്ടി ഇടിച്ച് ക്യാമറയിലുണ്ടല്ലോ, എനിക്ക് കേസ് കൊടുക്കാനെന്ന് പറഞ്ഞപ്പോഴേക്കും അവരെത്രയും പെട്ടെന്ന് എനിക്കത് എടുത്തെന്ന്. ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ ആവശ്യം? എൻ്റെ ആവശ്യം ശക്തമായ കേസ് അയാളുടെ പേരിൽ എടുക്കണമെന്നാണ് ഞാൻ പറയണത്. ഇതാണ് കുടുംബത്തിന്റെ ആരോപണം. അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിഷയുള്ളത്. കാലിനും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വീട്ടിലാണുള്ളത്. ആ ദൃശ്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ്. തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അത്രയും അമിത വേഗതയിലാണ് ആ കാർ വരുന്നത്, നിഷയെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. നിഷയും മാരിയപ്പനും രണ്ടുപേരും ശുചീകരണ തൊഴിലാളികളാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും കുടുംബം ആരോപിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. അലി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാണ്. അമിത വേഗതയായിരുന്നു ആ വാഹനം അവിടെ ഓടിയെത്തിയത്. അതിൽ അയാൾ പുറത്തിറങ്ങുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ അവിടെ നിന്ന് അവർ പ്രതീക്ഷിച്ച പോലെ അകത്തേക്ക് വരികയല്ല, വാഹനത്തിൽ കയറാൻ എന്നുള്ള കരുതിയാണ് അവർ വാഹനം എടുക്കുന്ന, അയാൾ പോകുന്നൊക്കെ കാണുന്നൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ അയാൾ അതുമായി കടന്നു കളയുകയാണ്. പിന്നീടുണ്ടായത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണെന്നതും വ്യക്തമാവുകയാണ് ആ പ്രതികരണങ്ങളിൽ നിന്ന്.